എപ്പോഴാണ് ഈ കോഴിക്കോട്ടേക്കുള്ള യാത്ര? എന്നാലും ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ ഇപ്പോഴേ ഓടുകയായിരിക്കും. വന്ന ഒരു തന്നെ മാസത്തിൽ ഞാൻ പോവാറുണ്ട്. മാക്സിമം എനിക്ക് കിട്ടുന്ന വെച്ചാൽ ഞാനൊരു 5 ദിവസമൊക്കെ ഗ്യാപ്പ് കിട്ടുമ്പോഴേ പോകുള്ളൂ. കാരണം എപ്പോഴും ഈ പറഞ്ഞ പോലെ നാളെ പോയിട്ട് മറ്റന്നാൾ തിരിച്ചു വരുന്ന പോലെ ഭയങ്കര ഹെക്റ്റിക്കല്ലേ ട്രാവൽ. അത് നമുക്ക് ബോഡിയിൽ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹെക്റ്റിക് ആയിട്ടുള്ള പരിപാടികൾ എടുക്കാറില്ല. കാരണം 3 to 4 hours ഉണ്ട് ഇവിടെ പോകാനായിട്ട്. സോ വാട്ട് ഐ ഡു ഇസ് ലൈക്ക് 5 days 10 days ഒക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് പോയിട്ട് വരും. അപ്പോൾ ഒരു കുറച്ച് ദിവസം അവരുടെ ഞാൻ ഭയങ്കര പട്ടിണിയായിട്ട് വരുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എൻ്റെ പപ്പയുടെ ഒരു സിസ്റ്റർ ഉണ്ട് അവിടെ, എൽസി എന്ന് പറഞ്ഞിട്ട്. എൽസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാച്ച് ലൂസ് ഭയങ്കര ഫീഡിങ് ആണ്. അപ്പം അതുകൊണ്ട് ഈ പേടി എനിക്കുണ്ട്. പോയി കഴിഞ്ഞാൽ അവിടെ പോയി തടി വെക്കുമെന്നുള്ളത്. നോൺ വെജിലൊക്കെ തിരിച്ചു കഴിക്കാത്തത് എന്തും കഴിക്കും. ബിഗ് ഫാറ്റ് മൊമോ ഇല്ലേ? ബിഗ് ഫാറ്റ് മൊമോയില് ഒരു ഐറ്റം നോമ്പ് സമയത്ത് കേൾക്കാൻ പറ്റുന്ന സംഭവം. ബിഗ് ഫാറ്റ് മൊമോയില് ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട്. അൽ അഷ്റഫ് എന്ന് പറയണത്. എന്ത് അൽ അഷ്റഫ്? ഞാൻ ഇന്നേ ഒരു സാധനം കഴിച്ചു. അതിന്റെ പേര് അൽ അഷ്റഫ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് എൻ്റെ അറിവ്. എനിക്ക് അറിഞ്ഞൂടെ. അപ്പം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ എന്തൊക്കെയോ വെച്ച് ഒരു മാരിനേറ്റ് ചെയ്തിട്ട് കിടന്ന നൈറ്റാണ്. അൽഫാം പോലെയൊക്കെ തോന്നും നമുക്ക്. പക്ഷെ അതിൽ കുറച്ച് മസാലയൊക്കെ വെച്ചിട്ട് ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും അടിപൊളി സാധനം. ഇറ്റ്സ് വർത്ത്. കാരണം ഒരുപാട് ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്കൊരു വലിയ പോർഷൻ നമുക്ക് കഴിക്കാനുണ്ട്. വിശന്നിട്ട് അപ്പൊ ഇതൊക്കെ ഓർത്തായി വറക്കാല്ലേ. ഞാൻ സീരിയസ്ലി യു വോണ്ട് ബിലീവ് ഇറ്റ്. കാരണം എൻ്റെ റൂംമേറ്റ് ഉണ്ടെങ്കിൽ അവള് നോൺ വെജ് എന്തെങ്കിലും കഴിക്കണേ വാട്ട് ഐ ലൂസ് ദോശ മുക്കിയിട്ട് ഞാൻ അതിലേക്ക് നോക്കും. എന്നിട്ട് അതിൽ ഇമാജിൻ ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ കഴിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. വേറെ നിവൃത്തിയില്ല. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഈ ചിക്കൻ മാത്രമാണോ ഫേവറേറ്റ് ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇല്ല. നോൺ വെജ് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഭയങ്കര ഇഷ്ടം. കുക്ക് ചെയ്യുമോ? രാവിലെ ഞാൻ ചെറുതായിട്ടൊന്ന് കേട്ടിരുന്നു. അല്ല കുക്ക് ചെയ്യും ഞാൻ പക്ഷേ ഞാൻ വെജ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ. പുട്ട്, കടലക്കറി അല്ലെങ്കിൽ ചെറുപയർ കറി, അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മാഗി അല്ല മാഗി ഒന്നും ഇല്ല. പക്ഷെ കഴിക്കാൻ ആൾക്കാർ റിസ്ക് എടുക്കാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിരാറില്ല. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ അതുകൊണ്ട് ഞാനും അത് എന്റർടൈൻ ചെയ്യാം. ഈ ഒരു പേരും പറഞ്ഞ് നമ്മൾ അതിനകത്ത് സ്കിപ്പ് ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്കിവിടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത് വാഴക്കാലയാണ്. അപ്പൊ ഞാൻ എന്തടച്ചിരിക്കില്ല. നീ ഉണ്ടാക്കിയ ഞാൻ ഇമാജിൻ ചെയ്തു. 1.5 വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന സമയത്ത് ഞാൻ തന്നെ കുക്ക് ചെയ്യണം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രിയൊക്കെ ലേറ്റ് ആയിട്ട് എണീറ്റ് 12 മണിയൊക്കെ ആകുമ്പോൾ കുക്ക് ചെയ്യാൻ ഭയങ്കര ടൈർഡാണ്. ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കഴിക്കും. അല്ല വെച്ചാൽ നേരത്തെ എണീക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കും. അടിപൊളിയായിരുന്നു. നന്നായി. നോമ്പ് വിശപ്പായിട്ടായിരിക്കും. നല്ല ടേസ്റ്റ്. അതെ ധന്യമായിരുന്നു. അതെ.